ലാപ്പത്ത ലേഡീസ് കഴിഞ്ഞ മാസം റിലീസായ പടമാണ്. കുറച്ച് ആൾക്ക് മുമ്പാണ് OTT റിലീസായത്. സത്യം പറഞ്ഞാൽ ഞാൻ ഇത്തിരി നേരം വൈകി കണ്ട പടമാണ്. ഞാൻ ഇത്തിരി നേരം വൈകിട്ട് റിവ്യൂ ചെയ്യണ പടമാണ്. അതിൻ്റെ ഒരു വിഷമമുണ്ട്. അത് കാരണമാണ് പടം കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ റിവ്യൂ ചെയ്യണത്. ഇത് മസ്റ്റ് വാച്ച് സിനിമയാണ്. മസ്റ്റ് വാച്ച് സിനിമകൾ ഞാൻ അങ്ങനെ എല്ലാതും പറയാറില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കാണാം. കാരണം ഇപ്പോൾ ബോളിവുഡിൽ നിന്നായാലും കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നല്ലൊരു കണ്ടൻറ്റുള്ള സിനിമ കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 12th ഫെയിലിന് ശേഷം ഞാൻ കാണുന്ന നല്ലൊരു സിനിമ. മൊത്തത്തിൽ ഓൾറൗണ്ട് നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ നിന്നായാലും തമിഴിൽ നിന്നായാലും എല്ലാത്തിനും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ല കഥയുള്ള നല്ലൊരു സിനിമ ഞാൻ കുറച്ച് നാൾക്ക് മുമ്പാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് നല്ലൊരു സിനിമ ഇപ്പോഴാണ് ഞാൻ കണ്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭയങ്കര അടിപൊളി കണ്ടൻറ്റാണ് ഈ സിനിമയുടെ എന്ന് പറയുമ്പോൾ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു സിനിമയാണ്. അതേപോലെ ഭയങ്കര ഫീൽ ഗുഡിൻ്റെ ഒരു അന്യായ തലം എന്ന് വെച്ചാൽ ഫീൽ ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണെന്ന് ഈ സിനിമ നമുക്ക് ചൂണ്ടി കാണിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സിനിമയാണിത്. പിന്നെ പെർഫോമൻസ് കാര്യത്തിൽ ഇതിൽ എല്ലാവരും അടിപൊളിയാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിലത്തെ നായകനാണ്. അവൻ്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ല. അവൻ്റെ ഒരു എക്സ്പ്രഷൻസ് ഉണ്ട്, അയ്യോ അത് ശരിക്കും റിയലായിട്ടാണ് ചെയ്തേക്കണത്. പിന്നെ അതേപോലെ ഇത് രണ്ട് നായികമാരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് പേരുടെ ക്യാരക്ടർ അടിപൊളിയായിട്ടുണ്ട്. രണ്ടും മൊത്തത്തിലൊരു ക്യൂട്ട് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആവുന്ന ഒരു സിനിമയാണ്. ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു ഇമോഷൻ കിട്ടുന്ന ഒരു സിനിമ, ഒരു പ്രത്യേക ഒരു സന്തോഷം കിട്ടുന്ന ഒരു സിനിമയാണത്. തുടക്കമൊക്കെ നല്ല നല്ല രസത്തിലാണ് തുടങ്ങുന്നത്. നമുക്ക് ഭയങ്കരമായിട്ട് കണ്ടിരിക്കാൻ പറ്റണ ഭയങ്കര ഫ്രഷ്നെസ് ആയിട്ട് ഭയങ്കര കൂൾ മൈൻഡ് ആക്കണ ഒരു സിനിമയാണ്. എന്ന് വെച്ചാൽ തുടക്കം തന്നെ നമുക്ക് ആ ട്യൂണും ആദ്യത്തെ സന്ദർഭങ്ങളൊക്കെ കാണുമ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് മുമ്പോട്ട് പോയിട്ടുള്ളൊരു സിനിമയാണ്. അതേപോലെ കോമഡികൾ, നല്ല രീതിയിലുള്ള കോമഡികളുണ്ട്. നല്ല 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 സീനുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോറും പിന്നെ പാട്ടും ഒന്നും പറയണ്ട. ഇതിലൊരു ഒരൊറ്റ പാട്ട് 2 പാട്ട് അങ്ങോട്ടുള്ളൂ, പക്ഷെ അതിലൊരു പാട്ട് നമുക്ക് ഉള്ളിൽ കയറും. അത് അങ്ങനെയാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ 2001 നടക്കുന്ന ഒരു കഥയാണ് കാണിക്കുന്നത്. അന്നത്തെ കാലത്ത് അവിടുത്തെ കല്യാണം എങ്ങനെയായിരുന്നു, അവിടുത്തെ പെണ്ണുങ്ങളുടെ അവസ്ഥ എങ്ങനെയായിരുന്നു, ആ ഒരു സംഭവം ഇതിൽ കാണിക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ അവിടുത്തെ ഒരു രാഷ്ട്രീയം പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ്. എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഇതിൽ ആർക്കും വെറുപ്പാവാത്ത രീതിയിൽ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉള്ള കാര്യങ്ങൾ അതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്ന ഫ്രീഡത്തിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. അതിൽ ഒരു അടിപൊളി ഒരു സീനുണ്ട്. ഒരാളുടെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആൾ മുഖം മറയ്ക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ചായ കൊണ്ടെടുക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ കറക്റ്റ് നന്നാക്കി കൊടുത്തിട്ടുണ്ട് കുറേ പേർക്ക്. അപ്പോൾ അങ്ങനെയും ചെറിയ രീതിയിൽ രാഷ്ട്രീയം പറയുന്ന ഒരു സിനിമയാണ്. പിന്നെ അതേപോലെ നല്ല കഥയുള്ള ഒരു സിനിമയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. കൂടുതൽ പറയണമെന്നുണ്ട്, പക്ഷേ അത് നിങ്ങൾ ഈ സിനിമ കാണണം. ഈ സിനിമയുടെ ഭംഗി എന്ന് പറയുന്നത് ഈ സിനിമ കാണുന്നവരുടെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഒരൊറ്റ ആൾ റിവ്യൂ പറഞ്ഞാലും നിങ്ങൾക്ക് ഈ പടത്തിൻ്റെ ഒരു ഫീലും കിട്ടില്ല. എത്ര റിവ്യൂ നിങ്ങൾ കണ്ടാലും നിങ്ങൾക്ക് ഈ പടം കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുള്ളൂ. കാരണം ഇതിനെങ്ങനെ പൊലിപ്പിച്ച് പറഞ്ഞാലും ഇത് കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു പോലീസുകാരുണ്ട്. ഒരു രക്ഷയില്ല. പെർഫോമൻസ് വൈസ് ആയാലും ആളെ ആറ്റിറ്റ്യൂഡായാലും എല്ലാം കൊണ്ടും എനിക്കിപ്പോൾ കൂടുതൽ ആളുടെ സീനുകൾ ഭയങ്കര പൊള്ളിയാണ്. അപ്പോൾ അതാ പറയണത്, നമുക്കിതിൽ ആരും ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണിത്. മൊത്തത്തിൽ നല്ലൊരു ഫീൽ ഗുഡ് കിടിലൻ പടം. അപ്പോൾ എനിക്കിത് എല്ലാവരും കാണണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. കാരണം അങ്ങനത്തെ നല്ല കഥയുള്ള സിനിമകളൊക്കെ ഇങ്ങനത്തെ ഈ സിനിമയൊന്നും അധികം ചർച്ചപ്പെടാത്ത സിനിമകളാണ്. ഇതൊന്നും അധികം പ്രമോഷൻ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇപ്പോൾ ഈ കുറച്ച് നാൾക്ക് മുമ്പാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ളത്. ഇപ്പോൾ റീലായാലും അതേപോലെ സ്റ്റോറീസ് ആയാലും അതേപോലെ ട്രോളുകളായാലും പോലും ഇപ്പോൾ കൂടുതലും ഇപ്പോൾ ഈ അടുത്താണ് നമ്മൾ ഓൺലൈനിൽ ഭയങ്കരമായിട്ട് ചർച്ച വിഷയം അയക്കണത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാരണം കൊണ്ട് കൂടിയാണ് ഞാൻ ഈ പടം കാണാനായിട്ട് ഉണ്ടായത്. പിന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യണത് കാണാൻ വേണ്ടി OTT റിലീസിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യണ പടം ഇതും കൂടിയാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാമല്ലോ. അപ്പോൾ ഓൺലൈനിൽ തന്നെ എന്തോരം പേര് ഏറ്റെടുത്ത് നിങ്ങൾക്കും അറിയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നല്ല ചർച്ച വിഷയമുള്ളൊരു സിനിമയാണ്. നല്ലൊരു സിനിമയാണ്. എല്ലായിടത്തും എത്തപ്പെടേണ്ടതും കാണേണ്ടതും സംസാരിക്കേണ്ട ഒരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും കൂടി ഏറ്റെടുത്തിട്ട് ഇപ്പോൾ ഇവിടം വരെ സപ്പോർട്ട് നല്ല രീതിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് മുമ്പോട്ട് ഇതേപോലുള്ള സിനിമകൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും എല്ലാവർക്കും ഉണ്ടായിരിക്കും.